ഞാൻ ഈ നിൽക്കുന്നത് അമ്പലപ്പുഴ ശ്രീ കൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ്. എൻ്റെ കയ്യിലിരിക്കുന്നത് അമ്പലപ്പുഴക്കാരുടെ സ്വകാര്യ അഹങ്കാരമായ അമ്പലപ്പുഴ പാൽപ്പായസമാണ്. ഇവിടുത്തെ പ്രധാന വഴിപാടായ പാൽപ്പായസത്തെപ്പറ്റി നിരവധി ഐതിഹ്യങ്ങളുണ്ട്. അതിലൊന്ന്, എന്നും ഉച്ചപൂജ കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ നേരെ അമ്പലപ്പുഴയിലേക്ക് ഈ പാൽപ്പായസം കുടിക്കാനായി വരുമെന്നുള്ളതാണ്. ക്ഷേത്രവളപ്പിലെ ആർക്കും പ്രവേശനമില്ലാത്ത രഹസ്യമായ മണിക്കിണറിലെ വെള്ളത്തിൽ പാല് മണിക്കൂറുകളോളം വേവിച്ചെടുക്കുന്ന ഒരു ലോങ് പ്രോസസ്സിലൂടെയാണ് ഈ പായസം ഉണ്ടാക്കിയെടുക്കുന്നത്. പാകമായി കഴിഞ്ഞ പായസം ചെമ്പുപാത്രങ്ങളിൽ നിറച്ച് ഭഗവാന്റെ മുന്നിൽ കൊണ്ടുപോയി നേദിക്കുന്നതും അവിടുന്ന് തിരിച്ച് ഭക്തർക്ക് കൊടുക്കാനായി കൊണ്ടുവരുന്നതുമൊക്കെ ഒരു മനോഹരമായ ചടങ്ങായിട്ടാണ് ഇവിടെ നടത്തുന്നത്. ഇപ്പോൾ പണ്ടുണ്ടായിരുന്ന പോലെ പാൽപ്പായസം കിട്ടാൻ വേണ്ടി പ്രീ ബുക്കിംഗ് ഇല്ല എന്നാണ് കേട്ടത്. നമ്മൾ രാവിലെ തന്നെ ചെന്ന് രസീത് എടുത്ത് ഉച്ചപൂജയ്ക്ക് ശേഷം ക്യൂ നിന്ന് വേണം പാൽപ്പായസം വാങ്ങാൻ. എനിക്ക് ഏകദേശം 2 മണിക്കൂറോളം ക്യൂ നിൽക്കേണ്ടി വന്നു പാൽപ്പായസം കിട്ടാൻ. 1/2 ലിറ്റർ പായസത്തിന് 80 രൂപയും 1 ലിറ്റർ പായസത്തിന് 160 രൂപയുമാണ്. ഈ പാൽപ്പായസത്തിന്റെ റെസിപ്പി പല സ്ഥലങ്ങളിലും പല ക്ഷേത്രങ്ങളിലും ഇതേപോലെ പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ട്. പക്ഷെ ഒന്നും ശരിയായിട്ടില്ല എന്നാണ് കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഒറിജിനൽ അമ്പലപ്പുഴ പാൽപ്പായസം കഴിക്കണമെങ്കിൽ ഇവിടെ തന്നെ വരണം. അപ്പോൾ അമ്പലപ്പുഴ പാൽപ്പായസവും അതിനെപ്പറ്റിയുള്ള ഈ വീഡിയോയും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ.